ഇന്നൊരു കർക്കിടക ചായ ആയാലോ, അതും മല്ലിച്ചായ. ഏത് സമയത്തും കഴിക്കാം, എങ്കിലും ഈ തണുപ്പ് കാലമാണ് ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടാക്കി കഴിക്കാറ്. മഴക്കാലം ഉണ്ടാകുന്ന പലതരം അസുഖങ്ങൾക്കും ഈ മല്ലിച്ചായ മതി. നമ്മൾ ഡെയിലി കുടിക്കുകയാണെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന പലതരം അസുഖങ്ങൾക്കും ഇത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ്. അപ്പം അതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ മല്ലിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, 2-3-4 തണ്ട് തുളസിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് 1/4 ടീസ്പൂൺ ജീരകം. പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രമേഹവും കൊളസ്ട്രോളും ഉള്ളവർ ശർക്കര ഉപയോഗിക്കേണ്ട, അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ മധുരം ഇഷ്ടമില്ലാത്തവർക്കും ഇത് സ്കിപ്പ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇത് വെട്ടി തിളപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങുന്ന വിധത്തിൽ വേവിച്ചെടുക്കണം. ഈ ചായ നമ്മൾ ഡെയിലി കുടിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്ന തൊണ്ടവേദന, കഫക്കെട്ട്, ചുമ, പനി, ചെറിയ പനി ഒക്കെ നമുക്ക് മാറിക്കിട്ടും. അതോടൊപ്പം തന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, ദഹന സംബന്ധമായ അസുഖങ്ങളൊക്കെ മാറി നല്ലൊരു ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി ഡെയിലി ഒരു ഗ്ലാസ് ചായ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. ശർക്കര നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാത്രം നമുക്ക് ഉപയോഗിക്കാം. ഇത് ഒരു ഇളം ചൂടോടെ വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഒരു പൊടികളും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. 1 കപ്പ് വെള്ളമാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് 3/4 കപ്പ് വെള്ളമായിട്ട് നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കണം. ഇത് ഡെയിലി ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഉദര സംബന്ധമായ അസുഖങ്ങളും കഫ സംബന്ധമായ അസുഖങ്ങളൊക്കെ മാറി ആരോഗ്യം വീണ്ടെടുക്കാൻ ഈ ചായ മാത്രം മതി. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഈ കർക്കിടക ചായ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു ചായയാണിത്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടുള്ളതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.